അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഡയറക്ടർ തുൾസി ഗബാർഡ് രാജിവെച്ചു. ഭർത്താവ് അർബുദം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് രാജി. തുൾസി ഗബാർഡിന്റെ സേവനങ്ങൾക്ക് നന്ദി അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോൺ ലൂക്കാസ് ഇടക്കാല നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി ചുമതലയേൽക്കുമെന്നും പ്രഖ്യാപിച്ചു. മികച്ച രീതിയിൽ സേവനം അനുഷ്ഠിച്ചതിനു ശേഷമാണ് തുൾസി ഗബാർഡ് പടിയിറങ്ങുന്നത്. അവരുടെ ഭർത്താവിന് അർബുദം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭർത്താവ് കഠിനമായ പോരാട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകാൻ തുൾസി ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. തുൾസി ഗബാർഡാണ് രാജിവെച്ചിരിക്കുന്നത്. അമേരിക്കയുടെ രഹസ്യ അന്വേഷണ ഡയറക്ടറാണ് തുൾസി ഗബാർഡ്. ഇത്തരത്തിൽ രാജിയുടെ പിന്നിലെ കാരണം അവരുടെ ഭർത്താവിന് അർബുദം സ്ഥിരീകരിച്ചതാണ്. ഇതേ തുടർന്നാണ് ഇവർ രാജിവെച്ചിട്ടുള്ളത്. തുൾസി ഗബാർഡിന്റെ സേവനങ്ങൾക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോൺ ലൂക്കാസിനെ ഇടക്കാല നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി ചുമതലയേൽക്കുമെന്നുമൊക്കെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ തുൾസി രാജിവെച്ചതിൻ്റെ പ്രഖ്യാപനം, രാജിവെച്ചു എന്നൊരു പ്രഖ്യാപനം നടത്തിയതും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇതിന് പിന്നാലെ ആരോൺ ലൂക്കാസിനെ ഇടക്കാല നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി ചുമതലയേൽക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച രീതിയിൽ സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് തുൾസി ഗബാർഡ് പടിയിറങ്ങുന്നത്. എന്തായാലും അവരുടെ ഭർത്താവിന് അർബുദം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഭർത്താവ് കഠിനമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം തുൾസി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുവെന്നും ഒക്കെയാണ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരത്തിൽ രാജിയുടെ പ്രഖ്യാപനം നടത്തിയപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും തുൾസി ഇപ്പോൾ രാജിവെക്കുന്നു എന്നൊരു പ്രഖ്യാപനം ട്രംപ് നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഡയറക്ടറാണ് തുൾസി ഗബാർഡ്.